രാത്രിയോടുകൂടി അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തുമ്പോൾ സ്വർണ്ണ വിപണിയിൽ വീണ്ടും നേരിയ മുൻതൂക്കം. നാളെ സ്വർണ്ണവില കൂടിയേക്കും. ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. രാത്രിയോടുകൂടി ഔൺസ് ഡോളറിന്റെ കണക്ക് 2515 ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് MCX 72,000 കടന്ന് 72,020 ഉയർന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടിയേക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകരുടെ അഭിപ്രായം. സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് ഇപ്പോൾ വ്യാപാരം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും അതിശക്തമായ രീതിയിൽ തന്നെ ഉയർന്നേക്കും. സ്വർണ്ണവില തുടർച്ചയായി 3 ദിവസമായി ഒരു പവന് 53,560 വ്യാപാരം നടക്കുന്നത്. അതേസമയം 24K തങ്കവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ നേരിടുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിന് 7,315, തൃശ്ശൂരിൽ 10 എന്ന നിലയിലാണ്. 9 months ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 200 മുതൽ 300 രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം. വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല. ഗ്രാമിന് 93, 10 ഗ്രാമിന് 930 തുടരുകയാണ്. 2 കാരണമാണ് സ്വർണ്ണവില ഇനി ഉയരാനായി പ്രധാനമായും പ്രവചിക്കുന്നത്. ഒന്ന്, ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചാൽ സ്വർണ്ണവില അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും. മറ്റൊന്ന്, ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഭ്യൂഹങ്ങളാണ്. സെപ്റ്റംബർ ആദ്യവാരം തന്നെ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് ജെറോം പവലിന്റെ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാവുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില ഒരുപക്ഷെ 60,000 കടന്ന് മുന്നേറിയേക്കാം. കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.